നമസ്കാരം, ഞാൻ സുരേന്ദ്രമോഹൻ. PSM വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന ഓടപ്പൂവിൻ്റെ വിശേഷങ്ങളും നിർമ്മാണ രീതിയും ഓടപ്പൂവിന് പിന്നിലെ ഐതിഹ്യവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ സ്വയംഭൂ ശിവപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ത്രിമൂർത്തികൾ കൂടിയിരുന്ന സ്ഥലത്തെ കൂടിയൂർ എന്ന് വിളിക്കുകയും പിന്നീടത് കൊട്ടിയൂർ എന്നായി പരിണമിക്കുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. പ്രകൃതിയുടെ വന്യഭംഗി കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. മലമടക്കുകളുടെയും പാറക്കെട്ടുകളുടെയും ധാതുസ്പർശവുമായി വനാന്തരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഔഷധവാഹിനിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിൻ്റെ പരിപാവനതയ്ക്ക് ഉത്കൃഷ്ടത വർദ്ധിപ്പിക്കുന്നു. ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി ഇക്കരെ കൊട്ടിയൂർ, അക്കരെ കൊട്ടിയൂർ എന്നീ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്രനാൾ വരെയുള്ള 28 ദിവസം മാത്രമാണ് പൂജകൾ നടത്താറുള്ളത്. ഈ കാലയളവാണ് വൈശാഖ മഹോത്സവം എന്നറിയപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മാത്രമാണ് ഓടപ്പൂ ലഭിക്കുന്നത്. പൂ പോലെ മനോഹരമാണെങ്കിലും ഇതൊരു പൂവല്ല. കൊട്ടിയൂർ ക്ഷേത്ര ദർശനം കടഞ്ഞ് മടങ്ങി വരുന്നവർ പ്രസാദമായും കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിൻ്റെ സ്മരണികയായും ക്ഷേത്ര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായും കരുതിയാണ് ഇത് വാങ്ങിക്കുന്നത്. അടുത്ത കൊട്ടിയൂർ ക്ഷേത്ര ദർശനം വരെ ഓടപ്പൂ വീട്ടിൽ തൂക്കിയിടുന്നത് ഐശ്വര്യദായകമാണ് എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ശ്രീ പാർവതി തൻ്റെ മകളായി ജനിക്കണം എന്ന് ദീർഘകാലം തപസ് ചെയ്താണ് മകളായി സതീദേവിയെ യക്ഷപ്രജാപതിക്ക് ലഭിക്കുന്നത്. പക്ഷേ തൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ സതീദേവി ശ്രീ പരമേശ്വരനെ വിവാഹം കഴിച്ചതോടുകൂടി യക്ഷന് സതീദേവി വെറുക്കപ്പെട്ടവളായി മാറി. പിന്നീട് ദക്ഷൻ നടത്തിയ യാഗത്തിലേക്ക് സതീദേവിയെ ക്ഷണിച്ചതുമില്ല. തൻ്റെ പിതാവായ യക്ഷപ്രജാപതി നടത്തുന്ന യാഗത്തിന് ക്ഷണിക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതി പങ്കെടുത്ത സതീദേവിയെ ദക്ഷൻ അപമാനിച്ചു. അപമാനഭാരത്താൽ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. തൻ്റെ പ്രിയപത്നിയുടെ വിയോഗം അറിഞ്ഞ ശ്രീ പരമേശ്വരൻ കോപിഷ്ഠനായി സതീദേവിയുടെ ദുരന്തത്തിനു കാരണമായ യക്ഷനെ നശിപ്പിക്കാനായി തൻ്റെ ജട പറിച്ച് വീരഭദ്രസ്വാമികളെ സൃഷ്ടിച്ചു. ദക്ഷയാഗത്തിന് വിഘ്നം വരുത്തിയ വീരഭദ്രസ്വാമികളെ ശ്രീ പരമേശ്വരൻ സൃഷ്ടിച്ചത് തൻ്റെ ജട പറിച്ചാണെന്നും ആ ജടയുടെ പ്രതീകമാണ് ഓടപ്പൂവെന്നും കരുതുന്നു. ദക്ഷൻ്റെ ഉപദേഷ്ടാവായ ഭൃഗുമുനിയുടെ നരച്ച താടിയാണെന്നും സങ്കല്പമുണ്ട്. വയനാടൻ കാടുകളിൽ കാണുന്ന ഓടമുള വെട്ടിയെടുത്ത് ആവശ്യമുള്ള നീളത്തിൽ മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് ചതയ്ക്കുന്നു. പിന്നീട് ചതച്ച് ചീകിയെടുത്താണ് ഓടപ്പൂ നിർമ്മിക്കുന്നത്. ഒരുപാട് പേരുടെ അധ്വാനം ഈ ഒരു ഓടപ്പൂവിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ട്. ഒരു ഓടപ്പൂവിന് ഈ പ്രാവശ്യം 100 രൂപ വിലയുണ്ട്. ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഓടപ്പൂ നിർമ്മാണം ലക്ഷങ്ങളുടെ ബിസിനസ്സാണ്. അടുത്ത കാലത്ത് ഓടപ്പൂവിന് ദേശീയ സൂചികാ പദവി ലഭിക്കുകയുണ്ടായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.